ഇല്ലേ ഭയങ്കര നല്ല ഡാൻസ് കൂടെ ആടുവാ. ഞാൻ ഒന്നാം ഡാൻസ് ആടുന്നു. റിയലിസ്റ്റിക്. വെൽക്കം ടു NJNJK. അപ്പൊ നമ്മൾ റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത് മെയ്യഴകൻ എന്ന മൂവിയുടെ ഒഫീഷ്യൽ ട്രെയിലർ ആണ്. നമ്മളിപ്പോ ഇതിന്റെ മുന്നത്തെ എന്തൊക്കെയോ വീഡിയോന്റെ ചെറിയൊരു ഗ്ലിംസ് പോലെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് മനസ്സിലായി കാർത്തി ഉണ്ട്, പിന്നെയാണെങ്കിൽ അരവിന്ദ് സ്വാമി ഉണ്ട് ഈ പടത്തിനകത്ത്. അപ്പൊ എന്തായാലും ഇവർ രണ്ടുപേരെയാണ് കാണിക്കുന്നത്. ശരിക്കും ആ ഒരു കോംബോ ഫസ്റ്റ് ടൈം എവർ ആണെന്ന് തോന്നുന്നുണ്ട്. കാരണം വെച്ചാൽ അരവിന്ദ് സ്വാമി നമ്മൾ കുറച്ച് വില്ലൻ വേഷത്തിലൊക്കെ ഇപ്പൊ റീസെന്റ് കണ്ടായിരുന്നു. പിന്നെ ആണെന്നുണ്ടെങ്കിൽ കാർത്തികയും ഏകദേശം ഒരു പൊന്നിയിൻ സെൽവൻ കഴിഞ്ഞ് നമ്മൾ കണ്ടിട്ടില്ല. പിന്നെ ഒരു പടം വന്നെങ്കിൽ അത് ഇത്ര വലിയ ഹിറ്റ് ആയില്ലല്ലോ, ഒട്ടിട്ടില് വന്നതുപോലും നമ്മൾ അറിഞ്ഞിട്ടില്ല. അപ്പൊ എന്തായാലും എന്താ പറയാ, കാർത്തിയുടെയും ഒരു കുറെ നാളത്ത് കഴിഞ്ഞൊരു വരവ് പോലെയാണ് നമുക്ക് തോന്നുന്നത്. അത് മാത്രമല്ല ഗോവിന്ദ് വസന്താണ് മ്യൂസിക് ഡയറക്ടർ. അതുകൊണ്ട് തന്നെ പേരും ആ ഒരു മ്യൂസിക് ഡയറക്ടർ എല്ലാം കൂടി കേൾക്കുമ്പോൾ ഒരു ഫീൽ ഗുഡ് ഫീൽ കിട്ടുന്നുണ്ട് ഭയങ്കരമായിട്ട് അല്ലേ. അപ്പൊ എന്തായാലും നമുക്ക് നേരെ ട്രെയിലർ കണ്ടു നോക്കാം. അരവിന്ദ് സ്വാമി ആവുമ്പോൾ ശരിക്കും പണ്ടത്തെ ആ ഒരു സ്റ്റൈൽ വരികയാണെങ്കിൽ നല്ല രസമായിരിക്കും അല്ലെ. എന്നാലും ഇപ്പൊ ഇത്തിരി പ്രായമില്ല, പിന്നെ ഇങ്ങനെ വരും നമുക്ക് കണ്ടാകാം. റെഡി? அந்த ஊருக்கு போறதுக்கு பயப்படுறியாரோ? உனக்கு அந்த ஊரு வீடு இதெல்லாம் எவ்வளவு பிடிக்கும்னு எனக்கு தெரியும். போனா இமோஷனல் ஆயிடுவ, அழுதுருவன் பயப்படுறியா? பாருங்களேன், சொல்ல பாருங்க, ரோஸ்ட் பொடலங்காய் உசுவி ஆமா அடை அது தொட்டுக்க பூண்டு பொடி, இது என்னன்னு தெரியலையே. டேய் வேறலாம் இருக்குன்னு சொல்லுங்க, அப்ப சாப்பிடுறோம். அதான் நினைக்கிறேன். அக்கா எப்படி நல்லா இருக்கீங்களா? நான் தான் உங்க வீட்டுக்காரங்க நம்மளுக்கு ஃபுல்லா பாத்துக்கிட்டேன். കാർത്തിയുടെ ക്യാരക്ടർ കല്യാണത്തിൽ என்ன பண்ண நான் சொல்றேன். அடிக்கிறாங்களா? இதெல்லாம் ஆயிரக்கண்டு அவருக்கு உங்களுக்கு ரொம்ப பிடிக்கும். பாப்போமா பாப்போமா நீங்க வந்து போற இன்னொரு நாள் இந்த வருஷம் பூரா வரவங்க போறவங்க எல்லார்கிட்டயும் பேசி தீர்த்துடுவாரு. அதான் திருப்பி மாத்தி போட்டுதான் உசு உசு இட்ஸ் தி வெரி சாஃப்ட். ராகத்தில் நான் நிற்க ஆனந்தம் தான் இந்த അല്ലേ ഭയങ്കര நல்லா டான்ஸ் கூட ஆடுவாங்க. நான் ஒன்னாம் டான்ஸ் ஆடுறேன். റിയലിസ്റ്റിക്. அது ஹாப்பி, வெரி ஹாப்பி. நீ ஹாப்பி, டபுள் ஹாப்பி. உங்ககிட்ட ஒண்ணு கேட்கலாமா? എനിക്ക് തോന്നിയായിരുന്നു സംതിങ്. பொய்யாதி தோற்று போகின்றேன் மெய்யான ஈடின்றி வாழும் பேரன்பே என்று யாரோ சொந்தம் யார்தான் இவனோ ഭയങ്കര ഫീല് അല്ലേ. இதெல்லாம் இருந்த காலம் மாட்டா, கடந்த காலம், நாம கடந்து வந்த காலம், பொற்காலம், glorious past. ഓ ഓ പക്ഷേ ഭയങ്കര ഒരു എനിക്ക് ഫസ്റ്റ് ഭയങ്കര ഡിഫറെന്റ് ഫീല്. യെസ്, ശരിക്കും സ്റ്റാർട്ട് ചെയ്ത് ഭയങ്കര ഒരു ഫീൽ ഗുഡ് സംഭവത്തിലാണെങ്കിൽ പിന്നീട് ഒരു ഭയങ്കര ഒരു നല്ലൊരു പെർഫോമൻസ് സാധ്യതയുള്ള സംഭവങ്ങൾ ഈ പടത്തിലുണ്ട്. അതും ഇമോഷണലി കണക്ട് ചെയ്യുന്ന എന്തൊക്കെയോ പ്രത്യേകിച്ച് എന്താ അറിയാം, അതിന്റെ ആ പോക്ക് ആ ഒരു ഫീൽ ഗുഡിൽ പോവുകയാണെങ്കിൽ ഭയങ്കര റിയലിസ്റ്റിക് ആയിരുന്നു ഓരോ ഷോട്ടും അല്ലെ. അവര് പെർഫോമൻസ് ആയാലും അതായത് വെട്രിമാരൻ. പിന്നെ നമ്മൾ മലയാളത്തിലൊക്കെ ചില സമയത്ത് VKPയുടെ ഒക്കെ പടങ്ങൾ ഉണ്ടാവില്ലേ, ചില പടങ്ങളിലൊക്കെ ഉണ്ടാവുന്ന ആ ഒരു ടച്ച് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ലാജോസ് പടങ്ങളിൽ ഉണ്ടാവുന്ന ഒരു നൊസ്റ്റാൾജിക് സാധനങ്ങളെല്ലാം ഉണ്ട്. എനിക്ക് ഗോവിന്ദ് വസന്തയുടെ മ്യൂസിക്കും കൂടിയാണ് ഭയങ്കരമായിട്ട് ആ ഒരു സിങ്ക് ആവുന്നുണ്ട് സിനിമയായിട്ട്. ഭയങ്കര അവസാനമാണെങ്കിലും എനിക്കൊന്ന് ജെല്ലിക്കെട്ട് അങ്ങനത്തെ എന്തൊക്കെയോ സംഭവങ്ങൾ ഇനി കാണിക്കോ അറിയില്ല എന്താന്നുള്ളത് സംഭവം ഉണ്ട്. പിന്നെ ചിലപ്പോ ഫെസ്റ്റിവലിൽ എന്തെങ്കിലും ആവും ചെയ്യാം, നമ്മളെ എന്തൊക്കെയോ ശ്ലോകങ്ങള് ടൈപ്പ് സംഭവങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതൊന്നും മനസ്സിലായില്ല എന്താ സംഭവം എന്നുള്ളത്, എന്താണെന്നുള്ളത്. എനിക്ക് തോന്നുന്നു 1 or 2 times നമ്മൾ കണ്ടുനോക്കേണ്ടി വരുന്നുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട യൂഷ്വലി കേൾക്കുന്ന ഒരു തമിഴ് അല്ല. പിന്നെ തമിഴിന്റെ അത് ചെറിയൊരു സ്ലാങ് ചെറിയൊരു വ്യത്യാസമുണ്ട്. ചിലപ്പോ ഇനി കുറച്ച് ഏതെങ്കിലും ഉള്ള ഏരിയയിലുള്ള എന്തെങ്കിലും ഡയലോഗ്സ് യൂഷ്വലി കേൾക്കുന്ന തമിഴ് എന്ന് പറയുന്നത് നമ്മളെ മലയാളം പോലെ നമുക്ക് മനസ്സിലാവും. ഇതിപ്പോ വെച്ചാൽ ഭയങ്കര ഫ്ലുവന്റ് ആയിട്ട്. അപ്പൊ ഇതെന്ന് പറയുന്ന കുറച്ചും കൂടെ ഒരു
കുറച്ച് ഡിഫറെന്റ് ആണ്. അത് മാത്രമല്ല കുറച്ച് നാടൻ അതിന്റെ അകത്ത് കാണിച്ചിരിക്കുന്ന അങ്ങനെയല്ലേ, ഒരു കാളയും സംഭവങ്ങളെ കുറച്ച് നാടനായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ചിലപ്പോ അതായിരിക്കാം. രണ്ടുപേരെയും നാടനായിട്ടാണ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു സാധനം അതാ ഞാൻ പറയാം. കാരണം എനിക്ക് എന്റെ ഫസ്റ്റ് കണ്ടപ്പോഴില്ല ഫീൽ ഗുഡ് അങ്ങനെ പോയപ്പോ തന്നെ കാർത്തിയുടെ മുഖത്ത് എവിടെയോ ഒരു സാധനം ഇങ്ങനെ മിന്നി മറയുന്നുണ്ടായിരുന്നു തുടക്കം തൊട്ടേ. പിന്നെ അങ്ങോട്ട് എത്തിയപ്പോ എനിക്കും തോന്നി എന്തോ വരാൻ പോകുന്നുണ്ടെന്നുള്ള. ഞാൻ അതങ്ങനെ പറയാൻ വേണ്ടി പോവായിരുന്നു. അപ്പത്തേക്ക് എന്നെ കറക്റ്റ് അവിടെ കാണിക്കുകയും ചെയ്തു. കാരണം എനിക്കിത് കണ്ടപ്പോഴില്ലേ കുറെ സ്ഥലത്ത് നമ്മളെ കോക്ടെയിൽ മൂവിന്റെ അകത്തുള്ളൊരു ഫ്രെയിം ഇല്ലേ കുറച്ച്, അതായത് ആദ്യം ഭയങ്കര ഇതായിട്ട് പോയിട്ട് പിന്നെ പെട്ടെന്ന് മാറുന്ന ഒരു സാധനമില്ലേ, അത് വല്ലാണ്ട് അടിച്ചിട്ടുണ്ടായിരുന്നു. ചിലപ്പോ എനിക്ക് അതിന്റെ ഭയങ്കരമായിട്ട് കണക്ഷൻ ഉള്ളതുകൊണ്ടായിരിക്കും. ഒരു ഡിഫറെന്റ് വൈബാണ്. അതായത് യൂഷ്വലി നമ്മള് കാർത്തിയുടെ ഒരു പടം കാണുന്ന ഒരു രീതിയല്ല ഇതിന്. കാരണം കാർത്തിയുടെ പടം എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്ന് പറഞ്ഞ ഒരു മോഡ് തന്നെ വേറെ ആയിരിക്കുമല്ലോ. കൈദിയൊക്കെ മാറ്റി നിർത്തിയാലോ കേട്ടോ, കൈദിയൊക്കെ വേറെ ഡിഫറെന്റ് പടം. പക്ഷെ ഇതിലും ഏകദേശം എന്താ പറയുക ഒരു വെറൈറ്റി സംഭവം ആണ് അവര് ഉദ്ദേശിക്കുന്നത് തോന്നുന്നുണ്ട്. പിന്നെ ആരാണ് ഈ മെയ്യഴകൻ അതും കൂടി നമുക്കറിയണം. കാരണം രണ്ടുപേരിലും ആ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു അഴകുണ്ട്. അപ്പൊ അത് ശരിക്കും എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്? കാരണം അരവിന്ദ് സ്വാമിക്കും നല്ല രീതിയിൽ പെർഫോം ചെയ്യാനുണ്ടാവും, അതുപോലെ തന്നെ കാർത്തിയും. കാരണം അവസാനത്തെ ആ 1-2 ഷോട്ടിലൊക്കെ കാർത്തി വേറെ ലെവലാണെങ്കിൽ ആ കാളേനെയാണോ മെയ്യഴകൻ എന്ന് പറയണ അറിയില്ല. കാരണം നല്ലൊരു അഴകല്ലേ ശരിക്കും കാണാനായിട്ട്, ആ ഒരു ഭയങ്കര ഭംഗിയല്ലേ കാണാൻ. അപ്പൊ എന്താണ് സംഭവം നമ്മൾ എനിക്ക് തോന്നുന്നു ഇത് കഴിഞ്ഞിട്ട് ഒന്നുകൂടി ഒന്ന് കാണേണ്ടി വരും തോന്നുന്നത്. ഫസ്റ്റില് ഫുള്ളായിട്ട് അങ്ങോട്ട് മനസ്സിലായില്ല, ഒരു പിടി കിട്ടിയില്ല. പക്ഷെ ശരിക്കും അങ്ങനെയാണ്, ട്രെയിലർ ആകുമ്പോ അങ്ങനെ ആയിരിക്കണം, ഫുള്ള് പിടി കിട്ടരുതല്ലോ. എന്നാൽ മാത്രല്ലേ കാണാനുള്ള നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. എന്താ പറയാ നമ്മള് ട്രെയിലറിൽ എന്ന് പറയുന്ന നോക്കി ചിലപ്പോ അങ്ങനെയായിരിക്കും പോവാൻ പോകുന്ന പ്രതീക്ഷിച്ചത്. പക്ഷെ ഇടയ്ക്ക് വെച്ചിട്ട് ആ ഒരു സാധനം ഇങ്ങോട്ട് മാറ്റിയെടുത്തോടെ ഭയങ്കര ഒരു ക്യൂരിയസ് ഫീല് നമ്മളിൽ തരാൻ നോക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്ത വീഡിയോയിൽ കാണാം.